നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാനായിട്ട് ഇറങ്ങിപ്പോരാൻ തീരുമാനിച്ചൊന്നുമല്ല. ഇറങ്ങിപ്പോവാൻ എന്നോട് പറഞ്ഞത് ആര്? വരുൺ തന്നെ. ആഭരണങ്ങൾ എടുത്തതും എന്നെ ഏൽപ്പിച്ചതും വരുൺ തന്നെ. അങ്ങനെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയുള്ള കാരണവന്മാരോട് പറയണ്ടേ, ഞങ്ങളെ വിളിച്ചു പറയണ്ടേ? അല്ലാതെ ഞാൻ ഇവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. പോയിക്കോ, എങ്ങോട്ട് വേണമെങ്കിലും ഇറങ്ങി പോയിക്കോ. ഈ കുടുംബത്തിനെ ഇങ്ങനെ ദഹിപ്പിക്കുന്നതിന് നല്ലത് എന്നേക്കുമായി നീ എങ്ങോട്ടെങ്കിലും പോകുന്നതാ. ദേവാ, മടുത്തിട്ടാ അമ്മേ, കടം കയറി മുടിയാറായി, കിടന്ന ഉറക്കം കിട്ടുന്നില്ല. എന്നിട്ടും പിടിച്ചു നിന്നത് ഇവളെങ്കിലും സുഖമായി ജീവിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടാ. ഇപ്പൊ അതും തകർന്നില്ലേ? മോളകത്തേക്ക് പോ, ചെല്ല്. ആദ്യം അവളുടെ മനസ്സൊന്ന് ശാന്തമാകട്ടെ, എന്നിട്ട് ഞാൻ ചോദിച്ചോളാം എന്താ ശരിക്കും ഉണ്ടായതെന്ന്. അച്ഛാ, അച്ഛൻ പേടിക്കല്ലേ, ഈ ബന്ധത്തിന് ഒരു കുഴപ്പവും വരില്ല. നന്മയുള്ള പ്രാർത്ഥനകൾ ദൈവം സ്വീകരിക്കും മോളെ. ഇക്കാര്യത്തിൽ അതുപോലെ ഉണ്ടാവുന്ന അച്ഛന് വിശ്വാസമില്ല. അവളെന്നും എന്നെയും കുടുംബത്തെയും ചതിച്ചിട്ടേ ഉള്ളൂ. അവൾക്ക് അവളുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഭഗവാനെ, വരുണിന്റെ അമ്മയോട് വരുണിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തിക്കൊണ്ടുവരാന്ന് ഞാൻ വാക്ക് പറഞ്ഞതാ. ആ അച്ഛന്റെ ജീവൻ വരുണിന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുക. വരുൺ എവിടെയുണ്ടെന്ന് എനിക്കൊന്ന് കാണിച്ചു തരൂ. കൃഷ്ണ, സമാധാനായി. വരുൺ അങ്ങയുടെ സന്നിധിയിൽ തന്നെ ഉണ്ടല്ലേ? അത് തന്നെയല്ലേ എന്നെ കാണിച്ചത്. ഞാൻ കണ്ടെത്തിക്കോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.